സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മലയാള സിനിമ ഇതുവരെ കാണാത്ത സ്പീഡായിരുന്നു ഡേവിഡ് നൈനാനും. റെക്കോർഡുകൾ വാരിക്കൂട്ടാനുള്ള ഓട്ടത്തിലാണോ മമ്മൂക്ക എന്ന് തോന്നിപ്പോകുന്ന വേഗതയും കളക്ഷനും. ഹനീഫ് അദേനി എന്ന പുതുമുഖ സംവിധായകന്റെ ദ ഗ്രേറ്റ് ഫാദർ എന്ന സിനിമ റിലീസ് ചെയ്ത് 22 ദിവസം കഴിഞ്ഞിട്ടും തേരോട്ടം അവസാനിപ്പിച്ചിട്ടില്ല. കേരളത്തിലും ഇന്ത്യയിലും റെക്കോർഡുകൾ ഇട്ട് ഗ്രേറ്റ് ഫാദർ GCSിലേക്ക് വണ്ടി കയറിയപ്പോൾ ആരാധകർക്ക് പ്രതീക്ഷകൾ വാനോളമായിരുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ ഗ്രേറ്റ് ഫാദറിന് വൻ വരവേൽപ്പായിരുന്നു ലഭിച്ചത്. കളക്ഷന്റെ കാര്യത്തിലും അത് കാണാനുണ്ട്. ഏപ്രിൽ 13-നാണ് UAE ഗൾഫ് രാജ്യങ്ങളിൽ ദ ഗ്രേറ്റ് ഫാദർ റിലീസ് ചെയ്തത്. റിലീസ് ചെയ്ത് 6 ദിവസത്തിനുള്ളിൽ 13.38 കോടി അവിടെ നിന്നും ചിത്രം നേടി. ആദ്യത്തെ 100 കോടി നേടിയ മോഹൻലാൽ ചിത്രം പുലിമുരുകന്റെ ആദ്യ ദിവസത്തെ പല റെക്കോർഡുകളും മറികടന്ന ഗ്രേറ്റ് ഫാദറിന്റെ അടുത്ത ലക്ഷ്യവും പുലിമുരുകൻ തന്നെ. UAE GCC കളക്ഷൻ 33.20 കോടിയാണ് പുലിമുരുകൻ സ്വന്തമാക്കിയത്. UAEയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ സൗത്ത് ഇന്ത്യൻ സിനിമ എന്ന റെക്കോർഡ് പുലിമുരുകൻ ഇതോടെ സ്വന്തമാക്കി. GCCയിലെ പുലിമുരുകന്റെ കളക്ഷനുകൾ തകർക്കാൻ ഡേവിഡ് നൈനാന് കഴിയുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. റിലീസ് ചെയ്ത് 6 ദിവസത്തിനുള്ളിൽ 13.38 കോടിയാണ് ഗ്രേറ്റ് ഫാദറിന്റെ GCC കളക്ഷൻ. കേരളത്തിൽ എന്ന പോലെ മിഡിൽ ഈസ്റ്റ് രാജ്യത്തും മഹാവിജയത്തിലേക്കാണ് ഗ്രേറ്റ് ഫാദർ കടക്കുന്നതെന്നാണ് സൂചന. GCCയിൽ പുലിമുരുകൻ ഒരാഴ്ച കൊണ്ട് നേടിയ 13.5 കോടി എന്ന കളക്ഷനും ഗ്രേറ്റ് ഫാദർ തകർത്തിരിക്കുകയാണ്. പുലിമുരുകന്റെ ഉയർന്ന കളക്ഷൻ തകർക്കാൻ ഗ്രേറ്റ് ഫാദറിന് കഴിയുമെന്നാണ് ആരാധകർ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിലും ഗൾഫ് രാജ്യങ്ങളിലും മാത്രമാണ് ദ ഗ്രേറ്റ് ഫാദർ കളിക്കുന്നത്. ഏപ്രിൽ അവസാനത്തോടെ US, യൂറോപ്പ് രാജ്യങ്ങളിലെ ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ പുലിമുരുകന് പിന്നാലെ ഗ്രേറ്റ് ഫാദറും എത്തുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. റിലീസ് ചെയ്ത ഇടങ്ങളിലെല്ലാം ചിത്രം ഇപ്പോഴും മികച്ച പ്രതികരണം നേടി പ്രദർശനം തുടരുകയാണ്. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.